ലൈലത്തിൻ്റെ അല്പസമയം കൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് 63 കൊല്ലമല്ല, 630 കൊല്ലമല്ല, 6300 63,000 കൊല്ലം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ അറിയാനും അനുഭവിക്കാനുള്ളതിൻ്റെ 100,000 ഇരട്ടിയാണ് ഒരു അല്പ ലഹ്ളകൾ കൊണ്ട് മെഹ്റാജിനറിയുന്നത്. ഇതൊന്നും താരിഖ് കരുവില്ല. അവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഇന്നിവിടെ വിശ്വസിക്കാൻ ആളില്ല. മെഹ്റാജിൻ്റെ രാത്രി ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ആളില്ല. വലിയ വലിയ ആളുകൾ, വലിയ വലിയ സാഹിത്യകാരന്മാർ മെഹ്റാജ് ഉൾക്കൊള്ളാൻ കഴിയാത്തവരുണ്ട്. പലരുമുണ്ട്. ബഷീർ എഴുതി വെച്ചിട്ടുണ്ട്, വൈക്കം ബഷീർ, മെഹ്റാജിൻ്റെ രാത്രി സംഭവങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഒക്കെ ബുദ്ധിജീവികളാണ്, പക്ഷെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും, നമുക്കത് അറിയില്ല, പക്ഷെ ഉൾക്കൊള്ളാൻ കഴിയും. പൂർണ്ണ മുത്തീങ്ങളാണ്. എന്താണത് അംഗീകരിക്കും? നബിയുടെ താരീഖ് 63 കൊല്ലയല്ല, മിനൽ അസലി ഇലൽ അബദാണ്. അനൽ അവ്വലു വ അനൽ ആഖിർ. ഹാക്കിം രേഖപ്പെടുത്തിയ ഹദീസ്. തീർത്താൽ തീരാത്ത രഹസ്യങ്ങൾ, എത്രയാണ് തീർത്താൽ തീരാത്ത രഹസ്യങ്ങൾ നാം ഉമ്മത്ത് മുഹമ്മദിൻ്റെ കയ്യിലുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് മുഹമ്മദ്, ആ രഹസ്യമാണ് ഒരാൾക്കും മനസ്സിലാക്കാനേ കഴിയാത്ത രഹസ്യമാണ് മുഹമ്മദ് മുസ്തഫ. ചില രഹസ്യങ്ങൾ അറിയുന്നവർ തന്നെ പറയാൻ പാടില്ല. എന്തുകൊണ്ട്? മനുഷ്യൻ തെറ്റിദ്ധരിച്ചു, ഈമാൻ തെറ്റിപ്പോകും. മുത്തർ മുഹമ്മദ് മുസ്തഫ ഒരു രഹസ്യമാണ്, അത് പറയാനേ പാടില്ല, ഉണ്ടാനേ പാടില്ല. അൻവർ, ഞാനും അൻവറും അടക്കം യാത്ര പോകും. അപ്പോൾ കാറിൽ നിന്ന് ഇരിക്കുന്ന ഒരാൾ ആ കൂട്ടത്തിൽ വേറൊരാൾ പറഞ്ഞ ഒരു രഹസ്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മിണ്ടരുത്, ഇത് മിണ്ടാൻ പാടില്ല. കഴിഞ്ഞ ആഴ്ച ഉണ്ടായൊരു സംഭവം, അൻവർ സാക്ഷി, മിണ്ടരുത്. ആ മദ്രാസിലൂടെ യാത്ര ചെയ്യുക കഴിഞ്ഞ ആഴ്ച. അപ്പോൾ വേറൊരാളിൽ നിന്ന് കിട്ടിയ ഒരു രഹസ്യം. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, അയാൾക്ക് ബുദ്ധി കുറവാണ്, അതുകൊണ്ട് ആ രഹസ്യം നിങ്ങളോട് പറഞ്ഞു. അത് സത്യമല്ലേ? സത്യമാണ്, പക്ഷെ പറയാൻ പാടില്ല. എന്തുകൊണ്ട്? ഈമാൻ കൻസൂറായ മനുഷ്യൻ തെറ്റിപ്പോകും. മുഹമ്മദ് എന്നാൽ തന്നെ രഹസ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും ആ രഹസ്യത്തിന് വാതിൽ തുറന്നു കിട്ടൂല. ആ പറഞ്ഞ രഹസ്യം, ആ കാറിൽ വെച്ച് പറഞ്ഞ രഹസ്യം പോലും വളരെ നിസ്സാരപ്പെട്ട രഹസ്യം, പക്ഷെ അതുപോലും സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ടാണ് തഹയ്യറത്തിൽ അഫ്കാറു ഫീ വസ്ഫി മഅനാഹു. ആ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൊരുളുകൾ തേടിയവരെല്ലാം പരിഭ്രമിച്ചു. സത്യമാണ്. മുഹമ്മദ് എന്നാൽ രഹസ്യം. ആകെ ഈ മനുഷ്യനെക്കുറിച്ച് ലോകത്തിന് അറിയുന്ന ആൾ ഈ ആൾ മുഹമ്മദാണ് എന്നത് മാത്രമാണ്, അതിനപ്പുറം അറിയൂല. മുഹമ്മദ് എന്ന വാക്കിനർത്ഥം എന്താ? പ്രശംസിക്കപ്പെടേണ്ട ആൾ. അങ്ങനെ പ്രശംസിക്കപ്പെടേണ്ട ഒരാൾ. ഇപ്പോൾ ഒരു കോളേജിലെ പ്രൊഫസർ, ആ പ്രൊഫസറെ എല്ലാവരും പ്രശംസിക്കും. വലിയ ആളാണ്, വലിയ ആളാണ്, വലിയ ആളാണ്, വലിയ ആളാണ്, വലിയ ഷാറുള്ളാണ് എന്ന് പറയും. ആ പ്രൈമറി തലത്തിൽ പഠിക്കുന്ന 4ാം ക്ലാസ്സിലെ, 2ാം ക്ലാസ്സിലെ, 3ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി ഉണ്ടാവും. ആ കുട്ടിയും പ്രശംസിക്കും. പക്ഷെ ആ കുട്ടിക്ക് ഈ ആളുടെ മാത്രം എന്താണെന്ന് അറിയൂല. ആ ക്ലാസ്സിലിരുന്ന് ലെക്ചർ കേട്ടാലല്ലേ അറിയുള്ളൂ. ഈ പ്രൊഫസറുടെ ക്ലാസ്സിലിരുന്നിട്ട് ലെക്ചർ കേട്ടാലേ, ആ പ്രൊഫസറുടെ ക്ലാസ് കേട്ടാലേ അത് വലിയ ആളാണെന്ന് മനസ്സിലാവും. പക്ഷെ കുട്ടി പ്രശംസിക്കും. എന്തുകൊണ്ട്? കുട്ടി ഒരിക്കൽ പോലും ഈ പ്രൊഫസറുടെ ടീച്ചിങ് കേട്ടിട്ടില്ല, എന്നാലും പ്രശംസിക്കും. എന്തുകൊണ്ട്? എല്ലാവരും പ്രശംസിക്കുന്ന വ്യക്തി എന്ന നിലക്ക് രഹസ്യം അറിഞ്ഞിട്ടല്ല. ഇപ്പം മുഹമ്മദ് എന്ന ഒരാളെ, ഈ ആളുടെ പരമാവധി മുഹമ്മദിയത്താണ്. എന്തതിൻ്റെ അർത്ഥം? പ്രശംസിക്കപ്പെടേണ്ട ആൾ. വൈ? അറിയൂല. എന്ന് വെച്ചാൽ നല്ലത് ചെയ്തിട്ടില്ല അല്ലേ? തീർച്ചയായും. പക്ഷേ ഏതൊക്കെ അളവിലാണ് ഈ മനുഷ്യൻ പ്രശംസിക്കപ്പെടേണ്ടത് എന്ന് നമുക്ക് അറിയൂല. അത് രഹസ്യമാണ്. അതുപോലെ ഒരു രഹസ്യം എൻ്റെ ആയുസ്സിൽ ഞാൻ കേട്ടിട്ടുമില്ല. ഇയാൾ രഹസ്യമാണ്. എന്താണതെന്ന് അറിയൂല, ഒരിക്കലും അറിയൂല. മുഹമ്മദ് എന്നാൾ അറിയൂല, ഒരിക്കലും അറിയൂല. മുഹമ്മദ് എന്നൊരാളെ മനസ്സിലാക്കാനും കഴിയില്ല, ഒരിക്കലും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല.
അതിലൊരു രഹസ്യമുണ്ട്. അതിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രഹസ്യങ്ങൾ ഉണ്ട്. പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ ചിന്തിക്കേ, ഇത് അഖദല്ലാഹു മീസാഖൻ നബിയ്യിന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ സുമ്മ ജാഅകും റസൂലുൻ മുസദ്ദിഖുൻ ലിമാ മഅകും ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്നഹു. എന്താ അതിൻ്റെ അർത്ഥം? ഈ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് ഭൂമിയിലേക്ക് അയച്ചിട്ടില്ല. വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യിൻ, അല്ലാഹു തആല അമ്പിയാക്കളോടെല്ലാം ഒരു കരാർ പിടിച്ചു വാങ്ങിയ സന്ദർഭം ഓർക്കണം. ലമാഅതൈതുകും, നിങ്ങൾക്ക് ഞാൻ നൽകാം, മിൻ കിതാബിൻ വേദഗ്രന്ഥവും വഹിക്മത്തിൻ നുബുവത്തും നൽകാം. സുമ്മ ജാഅകും, പിന്നീട് നിങ്ങളടുത്ത് എത്തിയെന്നിരിക്കട്ടെ, റസൂലുൻ, എൻ്റെ മഹാനായ റസൂൽ മുഹമ്മദ്, മുസദ്ദിഖുൻ ലിമാ മഅകും, നിങ്ങളെല്ലാം പറഞ്ഞത് സത്യമായിരുന്നു എന്ന് വാസ്തവമാക്കുന്ന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മുസ്തഫ വന്നാൽ പറയാ, കഴിഞ്ഞ അമ്പിയാക്കളെല്ലാം പറഞ്ഞ സത്യമായിരുന്നു. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക. ആ ആൾ നിങ്ങളടുത്ത് വന്നാൽ ലതുഅ്മിനുന്ന ബിഹി, ആ ആളെ നിങ്ങൾ വിശ്വസിക്കുക തന്നെ വേണം. ആളെന്ത് പറഞ്ഞാൽ വിശ്വസിക്കണം. ഈ വിശ്വാസികളായ അമ്പിയാക്കളോട് എന്തിനാണ് ഇങ്ങനെ തഅ്കീദ് ചെയ്യുന്നത്? അതെന്തിനാ? അത് പറയും. എന്തിനാ? എന്ത് പറഞ്ഞാലും അവർ സ്വീകരിക്കും. അങ്ങനെയല്ല, അവരല്ലേ അമ്പിയാക്കൾ. പിന്നെ എന്തിനാ ലതുഅ്മിനുന്ന ബിഹി, നിങ്ങൾ ഈ വ്യക്തിയിൽ വിശ്വസിക്കുക തന്നെ വേണമെന്ന് പറയുന്നത്? എന്തിനാ അങ്ങനെ പറയുന്നത്? വളരെ ചിന്തിക്കണം ഈ പറഞ്ഞ്. ഇത് ഇപ്പോൾ മനസ്സിലായില്ല. അതായത് സുമ്മ ജാഅകും റസൂലും മുസദ്ദിഖും ലിഖം. ഈ ജാഅകും എന്ന വാക്കിന് അർത്ഥം എന്താ? ജാഅകും എന്ന വാക്കിന് അർത്ഥം എന്താ? ഇവരിൽ അവസാനത്തെ ആൾ പോയിട്ടല്ലേ ഇയാൾ വന്ന്? നിങ്ങളുടെ അടുത്ത് എത്തിയെന്നിരിക്കട്ടെ, ഈ ആൾ വരുന്നത് 571. അവസാനത്തെ നബി ഉയർത്തപ്പെടുന്നത് AD 32. AD 571 നുബുവത്തും കൊണ്ടുവരുന്നത് 610. ഈ ആൾ നുബുവത്ത് കൊണ്ടുവരുന്നത് AD 610. അവസാനത്തെ നബി ഉയർത്തപ്പെട്ടതോ AD 32. പിന്നെ ഈ സുമ്മ ജാഅകും എന്ന വാക്കിന് കും, നിങ്ങളുടെ അടുത്ത് വന്നു, നിങ്ങളുടെ അടുത്ത് വന്നു. വന്നോ? അള്ളാഹുവിൻ്റെ കലാമല്ലേ, വരാതിരിക്കോ? അപ്പോൾ ഞാൻ വേറൊരു കാര്യങ്ങളോട് പറയാം. ഈ ഭൂമിയിലെ നുബുവത്ത് നടന്നുകൊണ്ടിരിക്കും, ബിഅ്സത്തും നുബുവത്തും പ്രബോധനവും നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഇവർക്കിടയിൽ സെറ്റിംഗ് നടക്കുന്നുണ്ടാവാം. അങ്ങനെ ഉണ്ടാവും. ഇല്ല, തുഅ്മിനുന്ന എന്ന വാക്കിന് അർത്ഥം എന്താ? ഇത് കഴിഞ്ഞാൽ ചായയും കടി ഉണ്ടാവും, ആ കുടിക്കണം കേട്ടോ എന്ന് ഞങ്ങളോട് പറഞ്ഞാൽ നിങ്ങളായിക്കോട്ടെ എന്ന് പറയും. എൻ്റെ വകയാണ് ഒരു ചായയും കടി നിങ്ങൾ കുടിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആയിക്കോട്ടെ എന്ന് പറയും. പ്രത്യേകിച്ച് ചായയും കടി ഉണ്ടാവില്ല ആർക്കും. നോമ്പായതുകൊണ്ട് ഏകദേശം ഹോട്ടലൊക്കെ ഇപ്പം തന്നെ പൂട്ടി. കാരണം ഇന്ന് നോമ്പാന്ന് ഒക്കെ ഉണ്ട്, ചായ നേരത്തെ തന്നെ പൂട്ടി. ഇത് പൂട്ടാനും കാരണമുണ്ട്. എന്തുകൊണ്ട്? ഇന്നലെ പുതിയ സാധനം അവർ ഉണ്ടാക്കൂല, ഉണ്ടാക്കി അവർക്ക് നഷ്ടം വരും. മിഞ്ഞാന്നേ തുടങ്ങിയിട്ടുണ്ടാവും കൂട്ടാനൊരുങ്ങൽ. ഇന്നിപ്പോൾ നോമ്പാണോ അല്ലേ അങ്ങനത്തെ അറിയൂല. അപ്പം ഇന്നലെ അങ്ങനെ വിചാരിച്ചു വലിയ സാധനം നഷ്ടം വരും, സെല്ലാജിലും വെക്കാൻ പറ്റൂല. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊന്നും ചായ കുടിക്കാതെ വന്നവരാണ്. അപ്പം നിങ്ങൾക്ക് ചായയും കടിയും കിട്ടിയാൽ നല്ലതാണ്. എനിക്ക് ഞാൻ വിചാരിക്കുന്ന എല്ലാം നിർത്തി, എവിടെയും ചായ ഇല്ല. ഞാനും അസനാജിയും കൂടി വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചൊന്നുമില്ല, നാരങ്ങാളി വരെ പൂട്ടി.
അപ്പോൾ ഈ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചായയും കടിയും എന്ന് പറഞ്ഞാൽ, ഒന്ന് ചായയും കടിയും നിങ്ങൾക്ക് ആവശ്യമുള്ള നേരമാണ്. രണ്ട് അത് ഉസ്താദിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുകയാണ്. അപ്പം നിങ്ങൾ മുത്തീങ്ങളാണ്, നിങ്ങൾ എനിക്ക് ഭയപ്പെടുന്ന ആളുകളാണ്, ഞാൻ എന്ത് പറഞ്ഞാൽ കേൾക്കണവരാ. പിന്നെ ഞങ്ങളോട് ചായ കുടിക്കാൻ തന്നെ വേണമെന്നുള്ള തരാം. അതിനർത്ഥം എന്താ? ഇതാരോ അല്ല പറഞ്ഞത്, അള്ളാഹു ആണ്. എന്താ അങ്ങനെ പറയുന്നത്? ഇതൊന്നൊന്നല്ല കേട്ടോ, ഇതൊന്നും അല്ലാത്തതുകൊണ്ട് അത് നിങ്ങളോട് പറയണത്. ഇനി ഒന്നായതുണ്ടോ എനിക്കറിയില്ല, ഉണ്ടെന്നറിയും, എനിക്കറിയില്ല. ഈ ആളുടെ പേരിൻ്റെ അർത്ഥം ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിക്കാൻ ഭൂലോകത്തൊരാക്കിട്ട് കഴിയില്ല. ഒരു നബിക്കറിയില്ല, പിന്നെണ്ടോ നമുക്കറിയാം. അപ്പം ഈ സുമ്മ ജാഅക്കും എന്ന ജാഅക്കും ഉണ്ടായിരിക്കും. ഒരു മിഅ്റാജ് മാത്രം നയിക്കണമെന്നില്ല. ഹബീബ റസൂലുള്ളാഹിക്ക് തന്നെ 33 മിഅ്റാജുകളുണ്ട് എന്ന് ഇമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ വകയല്ല, 33 മിഅ്റാജുകളുണ്ട്. അൽ മിഅ്റാജു റൂഹി, അതിൽ മിഅ്റാജുൽ ജസദി ഒന്നാണെന്നേ ഉള്ളൂ എന്നും അഭിപ്രായമുണ്ട്. ഇനി ബാക്കി മിഅ്റാജ് വെളിപ്പെടുത്തതാണോ അല്ല അതും ജസദിയാണോ അതും അറിയില്ല. 1, 2, 3, 4, 10 അല്ല. എന്തിനാ മിഅ്റാജ്? എൻ്റെ മിഅ്റാജിൽ നിന്ന് കാര്യമായി നടന്നത് ഇജ്തിമാ ബിൽ അംബിയ. അപ്പോൾ സുമ്മ ജാഅക്കും നടന്നിട്ടുണ്ടാവും. ഈ ജാഅ യജീഉക്കും എന്ന് പോലും അല്ല, നടക്കൽ ഉറപ്പുള്ളതാണ് പറഞ്ഞത്. ഈ വേറൊരു ജനതക്ക് എന്ത് പറയാ? അതിനർത്ഥം എങ്ങനെയും പറയാം, ജാഅക്കും നിങ്ങളെ സമുദായങ്ങളടുത്ത് വരും. അതൊക്കെ വിദൂരമായ അർത്ഥമാണ്. ആയിക്കോട്ടെ, ഞാനത് അങ്ങനെ തന്നെയല്ലേ പറഞ്ഞു. സുമ്മ ജാഅക്കും, സുമ്മ ജാഅ അഖ്വാമിക്കും എന്നല്ല. മനസ്സിലായില്ല? സുമ്മ ജാഅ അഖ്വാമക്കും അങ്ങനെയല്ല, സുമ്മ ജാഅക്കും. ഈ റസൂൽ പിന്നെ നിങ്ങളുടെ അടുത്ത് വരും എന്ന് പോലുമല്ല, ഉറപ്പുള്ളത് കൊണ്ടാണ് മുളാരിയിൽ മാറി ഉപയോഗിക്കുക. അതാ അംറുല്ലാഹി ഫലാ തസ്തഅ്ജിലു. അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ നാൾ വന്നു കഴിഞ്ഞു. വന്നിട്ടുണ്ടോ? ഇല്ല, വരുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് മുളാരിയിൽ എന്ത് പ്രയോഗിച്ചത്? മാറി പ്രയോഗിച്ചത്. അതാ അംറുല്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നല്ല, യഅ്തി അംറുല്ലാഹ്. ഇസ്രാഫിൽ സൂറിൽ ഊതുന്ന ദിവസത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അവിടെ യഅ്തി അംറുല്ലാഹ് പറയേണ്ടത്. പക്ഷെ പറഞ്ഞത് അതാ അംറുല്ലാഹ്, വന്നു കഴിഞ്ഞു എന്നാണ്. എന്തുകൊണ്ട്? അത് അത്രയും ഉറപ്പാണ്. അപ്പൊ യജീഉക്കും എന്നുമല്ല, ഇവിടെ എന്താ പറഞ്ഞത്? സുമ്മ ജാഅക്കും, അപ്പൊ വരുമെന്നാലും ഉറപ്പാ. പിന്നെന്തിനല്ല തുഅ്മിനുന്ന, നിങ്ങൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തതും ഈ വ്യക്തി നിങ്ങളോട് പറയും. ലതുഅ്മിനുന്ന ബിഹി, അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതിൽ നിങ്ങൾ ഖൽബത് അംഗീകരിക്കൂല, എന്നാലും നിങ്ങൾ അംഗീകരിച്ചോളണം. കരങ്ങൾ മുത്തിയാകണം. ഈ ആൾ പറഞ്ഞ സത്യമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നാലും നിങ്ങൾ വലിയ അമ്പിയാക്കൾ തന്നെയാണ്, പക്ഷെ ഈ ആൾ പറഞ്ഞ പോലെയോ ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഈ ആളെ കയ്യിലാണ് എന്തുള്ളത്? ഇൽമുള്ളത്. ഫാഖൻ നബിയ്യിന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ. ഈ ആളെ ഇൽമുകൾ കയ്യിലില്ല. അപ്പം ഈ ആളുടെ ഇൽമില്ലെങ്കിൽ പിന്നെ ആ സ്ഥാനത്തിന് എന്താ പറയുക? ഒരാൾക്കൊരു ഇൽമ ഇല്ല, ഇൽമില്ലാത്ത അളവിൽ എന്താ പറയുക? ജഹ്ല്. അപ്പം ഈ ആളിലേക്ക് ചേർത്തി നോക്കിയാൽ നിങ്ങളെ കൗമിൽ ആലിമാണെങ്കിലും ഈ ആളിലേക്ക് ചേർത്തി നോക്കിയാൽ നിങ്ങൾ ആരാണ്? ജാഹിലിയങ്ങളാണ്. അപ്പോൾ ജാഹിലിയങ്ങൾക്കത് മനസ്സിലാവും. ജാഹിലിയങ്ങൾ എപ്പോഴും എതിരായിരിക്കും. എതിരാ കാരണം തല്ലുകുത്തൊന്നുമല്ല, പറഞ്ഞ ഓൽക്കണ്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. അമ്പിയാക്കൾക്ക് ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഞാൻ തൽക്കാലം എന്തായിരുന്നു മൂത്തിരിശ്ശേരി എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിട്ടാൽ ഒരു തമ്പത്തമ്മൽ എന്താ പറയാ? അവിടെ കയറണില്ല കേട്ടോ. മൂപ്പരാകുമ്പോൾ നമുക്കൊന്നും വയ്യല്ലോ, അത് നമ്മളോട് കരാറ് വാങ്ങിയല്ലേ. അപ്പോൾ എനിക്കത് കാര്യമില്ല. അപ്പം മറ്റേ നബി ഈ നബിനോട് മനസ്സിലായില്ല. പൈപ്പിൻ്റെ അടുത്ത് കയ്യൊക്കെ ഒരു നബി മറ്റേ നബിനോട് എന്താ പറയുക? ഓ
എനിക്കത് കയറുന്നില്ല. മറ്റേ നബി എന്ത് പറയും, എനിക്ക് നേരത്തെ തന്നെ കയറിയിട്ടില്ല, പിന്നെ കേട്ട് കൊടുക്കുക, നമ്മൾ കാര്യം അറിയില്ല. അതുകൊണ്ടാണ് എല്ലാ തുമ്മിനൊന്ന എന്ന് പറയേണ്ടത്. ഇല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യം അവിടെ ഇല്ല. കാരണം ഒരു മുത്തഴിങ്ങളാ, ഒരു അമ്പിയാക്കളാ, ഒരു മുമിനിങ്ങളാ. പിന്നെന്താ അങ്ങനെ പറയേണ്ടത്? അത്രയും രഹസ്യം പറയും. അപ്പം നിങ്ങൾ വിശ്വസിച്ചോളണം, നിർബന്ധിച്ച് വിശ്വസിച്ചോളണം. ഒലത്തൻസുറുന്നഹു, ഈ ആൾക്കെതിരെ ഒരു വാക്ക് പറയരുത്, ഈ ആളെ സഹായിക്കണം. ഇമ്മ ബിദ്വാ, ഈ ആൾക്ക് നിങ്ങൾ ദ്വാർക്കെങ്കിലും വേണം എന്നർത്ഥം. അതൊരു നുസ്രത്താണ്. ഞാൻ നുസ്രത്തിൻ്റെ അർത്ഥം നമുക്ക് അറിയില്ല. ബദറിൽ അമ്പിയാക്കൾ ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയില്ലല്ലോ. മരിച്ചുപോയ അമ്പിയാക്കളും പിൽക്കാലഘട്ടം വരുന്ന പ്രതിസന്ധികൾ പിൽക്കാല ജനതയെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന സുന്നികളെ സംബന്ധിച്ചിടത്തോളം അമ്പിയാക്കൾ ബദറിൽ ഇറങ്ങിയില്ല എന്ന് പറയുന്ന നിർവ്വാഹമൊന്നുമില്ലല്ലോ. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. ഈ അമ്പിയാക്കളൊക്കെ മരിച്ചുപോയില്ലേ, അത് ഭാവിക്ക് പറയാം, ആർക്കും പറയാൻ പറ്റൂല. ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എറണാകുളം യുദ്ധക്കളത്തിൽ ഇറങ്ങിയാൽ ഇപ്പോഴും മൊഹീദ്ദീൻ ഷെയ്ഖ് വരുമെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇത് പണ്ടത്തെ സുന്നിയാണ്. അതിലേക്ക് ചേർക്കപ്പെട്ട ആളാണ് ഞാൻ പണ്ടത്തെ സുന്നിയാണ്. യാസിയ മൊഹീദ്ദീൻ മൊഹീദ്ദീൻ ഷെയ്ഖ് വരും എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ. ആര്? അങ്ങനെയല്ല സുന്നിയാണ്, ഉറപ്പല്ലേ. മൊഹീദ്ദീൻ ഷെയ്ഖിന് വരാമെന്നും ഇബ്രാഹിം നബിക്ക് വരാൻ കഴിയൂലെന്നും അങ്ങനെ ഉണ്ടോ? ബദറിൽ മലക്കുകൾ ഇറങ്ങിയില്ലേ? മലക്കുകൾ ഇറങ്ങിയപ്പോൾ പിന്നെ അമ്പിയാക്കൾ ആവശ്യമുണ്ടോ? നബി ഉണ്ടാവുമ്പോൾ ഈ ലോകം മുഴുവനും മുഹമ്മദ് മുസ്തഫാൻ്റെ രോമത്തിനെ തൂക്കാണ്ടാവും. എന്തിനാ അബൂജാലടക്കമുള്ളവരെ തല്ലാൻ മലക്കുള്ളവരിൻ്റെ ആവശ്യം? അത് ഇക്റാമ മുഹമ്മദാണ്, ആവശ്യം ഉണ്ടായിട്ടല്ല. വിരുന്നിന് നമ്മൾ 150 വിഭവം ഒരുക്കണത് വന്നവർക്ക് തിന്നാനല്ല. ഓലെല്ലാവരും അതൊന്നുമില്ല. തിന്നലൊന്നോ രണ്ടോ സാധന, അത് ഇക്റാമ. അപ്പം ബദറിലെ അമ്പിയാക്കൾ മലക്കൾ ഇറങ്ങിയത് ഇക്റാമ, അല്ലാതെ ഓല ആവശ്യം ഉണ്ടായിട്ടില്ല. നബി വരെ ബദറിൽ ഇറങ്ങിയിട്ടില്ല. അങ്ങനെ അത്യാവശ്യം നബി ഇറങ്ങുമല്ലോ. അല്ല, ആകാശത്തിൻ്റെ മേലെ നിന്ന് മലക്കുകൾ ഇറങ്ങണെന്തിനാ? ആരിറങ്ങിയിട്ടില്ല പറയും മനുഷ്യന്മാർ. ആര്? ഹബീബ നബി ഇറങ്ങിയിട്ടില്ലല്ലോ. ഹബീബ നബി ആരീശ്വരല്ലേ, സുജൂദ് കിടക്കല്ലേ. നബിനെ ഇറങ്ങിയിട്ടില്ല. എന്തിനാ മലക്കുകൾ ഇറങ്ങുന്നത്? ഒക്കെ ഇക്റാമാണ്. അപ്പം ആരും ഇറങ്ങാം. ഒലത്തൻസുറുന്നഹു, കുടുങ്ങിയോർത്ത് നിങ്ങൾ ഇറങ്ങണം, കുടുങ്ങിയിട്ടില്ലെങ്കിലും ഇറങ്ങണം. കുടുങ്ങലുണ്ടാവില്ല. കാരണം അള്ളാഹിന് ഇഷ്ടപ്പെട്ട ആളല്ലേ ഇയാളെങ്ങനെ കുടുങ്ങുക? വക്കാന ഹഖൻ അലൈന നസ്റുൽ മുഅ്മിനീൻ. സയ്യിദുൽ മുഅ്മിനീനല്ലേ, തിരിഞ്ഞില്ല. വക്കാന ഹഖൻ അലൈന നസ്റുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ സഹായിക്കാൻ അള്ളാഹു ബാധ്യതയാക്കിയല്ലേ. ഇത് സയ്യിദുൽ മുഅ്മിനീനല്ലേ. അപ്പം അള്ളാഹു സഹായിക്കുന്ന ഉറപ്പുള്ള ആളല്ലേ ഈ ആൾക്ക് മലക്കൾ എന്തിനിറങ്ങും? ഒരു വാള് പൊന്തിക്കാൻ കഴിയില്ലല്ലോ. മനസ്സിലായില്ല? അള്ളാഹു വിചാരിച്ചതല്ലേ. അല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. അള്ളാഹു വിചാരിച്ചുകൊണ്ടല്ലേ ഈ കർമ്മം ഇവർക്ക് ചെയ്യാൻ കഴിയുന്നത്. അള്ളാഹു വിചാരിച്ചവർക്ക് വാള് പൊന്തിക്കാൻ കഴിയുമോ? കഴിഞ്ഞിട്ടില്ല. വാളുകൾക്ക് പൊന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? വമാ റമൈത ഇദ് റമൈത. പിന്നെ ഇതിനെ ഇവരിൽ ഇറങ്ങി ഇക്റാമൻ ലഹു. ബദർ ഖുറൈശികളെ കാറ്റ് ആ റമീ തന്നെ പോയിക്കണ്. പിന്നെന്തിനാ ജീവിതം ഇറങ്ങുന്നത്? അലങ്കാരം. അത് ഇക്റാമാണ്. അപ്പുറത്തെ കുഞ്ഞാത്തൂനെയാണ് ഇപ്പുറത്തെ പെരിയൊക്കെ കിട്ടിക്കണമെങ്കിലും പുതിയെണ്ണ് വരാൻ ബസ് ഏൽപ്പിക്കും. നടന്നു വരില്ല. നടന്നു അവളെ ബഹുമാനിച്ചിട്ടില്ല. അവളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു 100 പെണ്ണുങ്ങൾ അങ്ങോട്ട് പോകും. പിന്നെ ഒരു 1000 പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരും. ഓളങ്ങോട്ട് കൊണ്ട് പാഞ്ഞിറന്നുകൊണ്ടാണ് ഈ കല്യാണം തന്നെ ഉണ്ടായത്. എന്നാലും 100 ആൾ അങ്ങോട്ട് പോകുന്നത് അതെന്ത്? അത് ഇക്റാമാണ്. അല്ലാതെ ഓക്ക് നട്ടപ്പാതിരൊക്കെ ഈ പേരിൽ വന്ന് അങ്ങോട്ടും കൊണ്ടും പാഞ്ഞ ഈ കുഞ്ഞാത്തൂന് ഈ നട്ടപ്പാതിൽ പച്ചപ്പകൽ 2 മണിക്ക് നേരം നടന്നിട്ട് വരാൻ എന്താ പേടിൻ്റെ വെച്ചല്ല. അത് ഇക്റാമാണ്.
അപ്പോൾ ഒരു ജമ്മ ഉണ്ടാകുക. എത്ര ജമ്മ കൂടിയോ ജമ്മ പറയാം. ഒരു പുതിയ എണ്ണിനൊപ്പം 1500 ആളുണ്ടായിന്. അപ്പോൾ മറ്റവൻ പറയാം എന്താ 1500? നമ്മളവിടെ ഒരു മുതലാളിൻ്റെ മകളെ കെട്ടിച്ചപ്പോൾ 150 ബസ്സിനാണ് വന്നത്. എത്ര ആൾ കൂടിയോ അത്രയും അവിടെ എന്താണ് ഇക്രാമാണ്. ഈ പെണ്ണിനത് ആവശ്യം ഉണ്ടായിട്ടല്ല, മുത്തനബിക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല, അത് ഇക്രാമാണ്. ഇത് അള്ളാഹിൻ്റെ രഹസ്യം മുഹമ്മദ്. അത് മനസ്സിലാക്കാൻ കഴിയില്ല, ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. റസൂലുള്ളാഹിനെ മനസ്സിലാക്കാൻ കഴിയും, കല്ലാബാണ്, മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് പറയാണ് മുഹമ്മദ് എന്തുകൊണ്ട് അറിയില്ല, എന്താണ് അറിയില്ല. ചീത്ത കേട്ടു ജനങ്ങളെ. 950 കൊല്ലം ചീത്ത കേട്ട ആൾ 5ാം സ്ഥാനത്ത്. ഞങ്ങളോട് പണ്ടും പറയാറുണ്ട്, താരീഖിൽ നിന്ന് നബിയെ വായിക്കരുത്, താരീഖ് അറിഞ്ഞിരിക്കണം. കാരണം താരീഖിൻ്റെ പ്രത്യക്ഷേ നമുക്കറിയുള്ളൂ. താരീഖിന് 100 പരോക്ഷം ഉണ്ടാവും. ഇപ്പം മിഅ്റാജ് അതിനൊരു താരീഖുണ്ടല്ലോ, അതിനൊരു താരീഖില്ലേ? ആർക്കറിയാം? ആർക്കാണതറിയാം? ഒരു ലൈലത്തിൻ്റെ അല്പസമയം കൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് 63 കൊല്ലമല്ല, 630 കൊല്ലമല്ല, 6300 63,000 കൊല്ലം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ അറിയാനും അനുഭവിക്കാനുള്ളതിൻ്റെ 100,000 ഇരട്ടിയാണ് ഒരു അല്പ ലഹ്ളകൾ കൊണ്ട് മിഅ്റാജിനെ അറിയുന്നത്. ഇതൊന്നും താരീഖ് കഴിയില്ല. അവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഇന്നിവിടെ വിശ്വസിക്കാൻ ആളില്ല. മിഅ്റാജിൻ്റെ രാത്രി ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ആളില്ല. വലിയ വലിയ ആളുകൾ, വലിയ വലിയ സാഹിത്യകാരന്മാർ മിഅ്റാജ് ഉൾക്കൊള്ളാൻ കഴിയാത്തവരുണ്ട്. പലരുമുണ്ട്. ബഷീർ എഴുതി വെച്ചിട്ടുണ്ട്, വൈക്കം മുഹമ്മദ് ബഷീർ, മിഅ്റാജിൻ്റെ രാത്രിയിൽ സംഭവങ്ങളെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഒക്കെ ബുദ്ധിജീവികളാണ്, പക്ഷെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും, നമുക്കത് അറിയില്ല, പക്ഷെ ഉൾക്കൊള്ളാൻ കഴിയും. നമ്മൾ പൂർണ്ണ മുത്തഈങ്ങളാണ്. എന്താണത് അംഗീകരിക്കും? നബിയുടെ താരീഖ് 63 കൊല്ലയല്ല, മിനൽ അസലി ഇലൽ അബദാണ്. അനൽ അവ്വലു വ അനൽ ആഖിറു. ഹാക്കിം രേഖപ്പെടുത്തിയ ഹദീസ്, സ്വഹീഹുൻ അലാ ശർത്തി ശൈഖൈൻ. ഹാക്കിം രേഖപ്പെടുത്തിയ ഹദീസ് മുസ്തദ്റക്കിലുണ്ട്, കിതാബിൻ്റെ കയ്യിലുണ്ട്. ഇനി മക്തബത്തു ഷാമില അടിച്ചാൽ കിട്ടും. അനൽ അവ്വലു വ അനൽ ആഖിറു. ഞാൻ തന്നെ തുടക്കം, ഞാൻ തന്നെ ഒടുക്കം. അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം ചരിത്രം ഒരാളിലുണ്ടാവുമല്ലോ, തിരിഞ്ഞില്ല. അനൽ അവ്വലു വ അനൽ ആഖിറു. ഞാൻ തന്നെ തുടക്കം, ഞാൻ തന്നെ ഒടുക്കം. അപ്പം ഈ ഹൽക്കിൻ്റെ മൊത്തം ചരിത്രം ഈ ആളിലുണ്ടാവും. ഒരാളെ ചരിത്രം എന്നാൽ അയാൾ ഉള്ള കാലല്ലേ അയാളെ ചരിത്രം. നബി ഉള്ള കാലം ഏതാ? മിനൽ അസലി ഇലൽ അബദ്, മിൻ അവ്വലിൽ ഖൽഖ് ഇലാ ആഖിരിൽ ഖൽഖ്. ഞാൻ തന്നെ തുടക്കം, ഞാൻ തന്നെ ഒടുക്കം. അപ്പം ഇയാളുടെ താരീഖ് എന്താ? അപ്പം ഈ ആളുടെ താരീഖ് 63 കൊല്ലം ഒരു നിയോഗം, അല്ലാതെ എന്തല്ല, ഉണ്ടാകലല്ല, നിയോഗം. ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ പീടിക്ക് 10 പൊറാട്ടി 10 ഗ്ലാസ് ചായയും കൊണ്ടുവരാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചാൽ ഇവിടുന്ന് പോയി അവിടെ എത്തി പീടിയിൽ ഒരു 10 മിനിറ്റ് നേരം നിന്ന് ഒരു പൊറാട്ട അടിക്കുന്നവരെ അതും കൊണ്ട് നീ പോരും ചെയ്തു. ആ 10 മിനിറ്റാണ് ആ പീടിയക്കാർക്ക് നിന്നെ കാണാൻ കഴിയുന്നത്. അത് നിയോഗ. അതേസമയം നിന്റെ താരീഖ് അതല്ലല്ലോ. നിന്റെ താരീഖിലെ ഒരു മുട്ടുസൂചി കൊണ്ടുള്ള കുത്തിൻ്റെ അത്രേ അതിലുള്ളൂ. അപ്പം നബി ഉണ്ടാകലല്ല, നബിയുടെ നിയോഗം. എൻ്റെ ആ തിരുദൂതർ നിയോഗം എന്നൊരു പുസ്തകം, നിയോഗം അത് നിയോഗമാണ്. പുസ്തകം വായിക്കൽ നിർബന്ധമാണ്, എല്ലാവരും പുസ്തകം വായിക്കണം. അത് അത്രയും പ്രധാനപ്പെട്ട പുസ്തകമാണ്. അതൊരു ഇൽഹാമ പോലത്തെ പുസ്തകമാണ്. അത് ഇൽഹാമാണ്, അല്ല വെറുതെ അല്ല, അതൊരു പുസ്തകം തന്നെയാണ്. അതെല്ലാവരും വായിക്കണം, നിർബന്ധമായി വായിക്കണം. പ്രത്യേകിച്ച് ആധുനിക വിദ്യാർത്ഥികൾ, സ്കൂൾ കോളേജുകളിലൊക്കെ പഠിക്കുന്ന, ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിക്കുന്ന കുട്ടികൾ നബിയെ മനസ്സിലാക്കാൻ ആ പുസ്തകം ഇന്നത്തെ കാലസ്ഥിതിക്ക് വളരെ ഉപകരിക്കുന്ന പുസ്തകമാണ്.
എല്ലാ അഭ്യസ്തവിദ്യരും യുവതി യുവാക്കളെല്ലാവരും പുസ്തകം വായിക്കണം. അത് അത്ര പ്രധാനപ്പെട്ട പുസ്തകമാണെന്ന് ഞാൻ അതിൻ്റെ ഒരു മദ്ഹ് പറയല്ല. പക്ഷെ എല്ലാവരും നബിയെ മനസ്സിലാക്കാനുള്ള ഒരു വാതിലാണ്. നിയോഗത്തെ, അവിടെ പ്രയോഗം നിയോഗമാണ്, ഉണ്ടാകലല്ല. ഉണ്ടാകൽ പറയാൻ പറ്റില്ല. അനൽ അവ്വലു വനൽ ആഖിറു, ഞാൻ തന്നെ തുടക്കം, ഞാൻ തന്നെ ഒടുക്കം, ഒക്കെ ഞാനാണ്. ഇതേ ഒക്കെ അള്ളാഹ് പറയുന്നുണ്ട്, ഞാൻ തന്നെ തുടക്കം. അപ്പം എന്താണത് അറിയില്ല. ഹുവൽ അവ്വലു വൽ ആഖിറു വൽ വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം. സൂറത്തുൽ ഹദീദ്. ഞാൻ തന്നെ തുടക്കം, ഞാൻ തന്നെ ഒടുക്കം അള്ളാഹ് പറയുന്നുണ്ട്. എന്നാൽ അള്ളാഹു ആണോ നബി? അല്ല. അങ്ങനെ വിശ്വസിച്ച കഫറാവും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പിന്നെന്താണ് പറഞ്ഞത്? അറിയില്ല. അറിയാതെ രഹസ്യമുള്ള ആയത്തിൽപ്പെട്ടതാണത്. ആയത്തിൽ കൂടുതൽ രഹസ്യം കണ്ടെത്താനേ കഴിയില്ല. ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അസ്മാഉൽ ഹുസ്ന വല്ലവ്വലു അല്ലാഹു അസ്മാഉൽ ഹുസ്ന അവ്വല് അതും റസൂലുള്ളാഹിന്റെ പേരാ, ആഖിർ അതും റസൂലുള്ളാഹിന്റെ പേരാ. അനൽ അവ്വലു വ അനൽ ആഖിറു, ഞാൻ തന്നെ തുടക്കം, ഞാൻ തന്നെ ഒടുക്കം. അപ്പോൾ റസൂലുള്ളാഹിന്റെ താരീഖ് എന്ന ഈ പ്രത്യക്ഷ നിയോഗം കൊണ്ട് നബിയെ മനസ്സിലാക്കാൻ കഴിയില്ല. ആ നാരങ്ങളെ ആ പേടി പോയിട്ട് ചായയും പൊറാട്ടയും വാങ്ങുന്നതിനിടയിൽ ഉള്ള ആ സമയത്തെ അതാണ് അൻവറിൻ്റെ ജീവിതം എന്നൊരാൾ മനസ്സിലാക്കിയ വിഡ്ഢിയാണ്. വിഡ്ഢിയാണ്, അന്തല്ലാത്തവനാണ്. അതല്ല അവൻ്റെ ജീവിതം. അതിൻ്റെ 10 മിനിറ്റിൻ്റെ നിയോഗം മാത്രമാണ്. എന്തൊക്കെയാണ് നബി അറിയൂല. അല്ലാഹു എന്തിനും കഴിവുള്ളവനാണ് എന്നത് സത്യമാണ്. അതെന്തൊക്കെയാണ് നബി എന്ന് അറിയൂല. അത് നമുക്ക് അറിയേയില്ല. നമുക്കൊന്നും അറിയില്ല. നമുക്കൊരു കാര്യം അറിയില്ല. വേറുള്ളടത്ത് ഉണ്ടായത് കൊണ്ടായിരിക്കാം ഇവിടെ സമയം കുറച്ചത്. ഇവിടെ സമയം കുറച്ചു. അമ്പിയാക്കളിൽ കുറഞ്ഞ സമയം നബിയുടേതാണ്. ഏസാക്ക് 32 കൊല്ലാണെങ്കിൽ ഇനി ഏസാക്ക് 40 വേറുണ്ട്. അപ്പോഴും നബിൻ്റെ മേലെ മനസ്സിലായില്ല. ഈ ഈസായെ പറ്റി വിജയിച്ച ഒരാളെന്ന് പറയാനും പറ്റൂല. അമ്പിയാക്കളുടെ കൂട്ടത്തിൽ സ്വന്തം വേദഗ്രന്ഥം നിർഭയമായി സൊസൈറ്റി ഏൽപ്പിക്കാൻ കഴിയാത്ത ഒരൊറ്റ നബി ഉണ്ടെങ്കിൽ അത് ഈസയാണ്. ഗ്രീക്കുകാരുടെ ഭരണമാണ് അന്ന് ജെറൂസലേമിൽ. ഗ്രീക്കുകാരുടെ ഗവർണറാണ് പിലോത്തോസ്. മനസ്സിലോണ്ട് പറഞ്ഞത് ഗ്രീക്കുകാരുടെ ഭരണമാണ്. ഗ്രീക്കൻ ഡൈനസ്റ്റി നടക്കുന്ന കാലത്താണ് ഐസ വരുന്നത്. ഐസ ജനിക്കുമ്പോൾ അവിടുത്തെ ഗ്രീക്കൻ ഡൈനസ്റ്റിയുടെ ഭരണമാണ്. ഈസ ഉയർത്തപ്പെടുമ്പോഴും ക്രിസ്തീയ വിശ്വാസപ്രകാരം ഐസ കുരിശിൽ നാട്ടപ്പെടുമ്പോഴും എന്ന് അത് അവരുടെ വിശ്വാസം. അവരെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് പറയാം. അത് ശരിയാണെന്ന് പറയല്ല. ഞാൻ അവരെ പക്ഷത്തേക്കും ഞാൻ എന്ത് പറഞ്ഞാലും അവരും അത് അംഗീകരിക്കും. ഈസ വന്നപ്പോഴും ഐസ പോയപ്പോഴും യേശു വന്നപ്പോഴും യേശു പോയപ്പോഴും ഗ്രീക്കൻ ഡൈനസ്റ്റിയാണ് അവിടെ ജെറൂസലേം ഭരിക്കുന്നത് എന്ന കാര്യത്തിൽ ക്രൈസ്തവർക്ക് പോലും അഭിപ്രായക്കാരില്ല. മനസ്സിലോണ്ട് പറഞ്ഞത് വളരെ ചിന്തിക്കണം. മൂസ വന്നപ്പോൾ മോശമാണെങ്കിലും പോയപ്പോൾ ഉഷാറാണ്. മൂസ വന്നപ്പോൾ അലൈഹിസ്സലാം ഫറോവ ഭരണമാണ്. പിന്നെയോ മധ്യകാലം കഴിയുമ്പോഴത്തേന് ഫറോവ ഭരണം നീങ്ങി. പിന്നെ വളരെ സ്വതന്ത്രമായ ഭരണത്തിൽ മൂസ തൗറാത്ത് പഠിപ്പിക്കുക. മനസ്സിലായില്ല പറഞ്ഞത്? ചിന്തിക്കണം. സെക്കൻഡ് സയ്യിദന ദാവൂദ് ഭരിക്കുമ്പോൾ ദാവൂദ് ബിൻ മീശ. ദാവൂദ് വരുമ്പോൾ മറ്റൊരു ഡൈനസ്റ്റിയാണ്. അതേ സമയത്ത് അത് മാറി. പിന്നീട് ആരെന്നെ ഭരിച്ചു? ദാവൂദ് തന്നെ ഭരിച്ചു. 10,000-ഓളം ആളുകൾ ജെറൂസലേമിൽ സദാ നേരവും സബൂർ വായിക്കുന്നവരുണ്ടായിരുന്നു. 10,000-ഓളം. അതിന് ശമ്പളം കൊടുത്തിരുന്നു. പിന്നെ ഒരു ഭരണം സ്ഥാപിച്ചു. മനസ്സിലായില്ലേ? ദാവൂദ് ബിൻ മീശ അലൈഹിസ്സലാത്തു വസ്സലാം.
BC 998 മുതൽ BC 993 മുതൽ BC 998 മുതൽ BC 958 വരെയുള്ള 40 വർഷമാണ് പിന്നെ ദാവൂദിൻ്റെ ഭരണം നടക്കുന്നത് അലൈഹിസ്സലാം. BC 998 മുതൽ BC 958 വരെ. പിന്നീട് BC 958 മുതൽ BC 923 വരെ സയ്യിദ് സുലൈമാൻ. അപ്പോൾ ഒരു സെഞ്ചുറി പൂർത്തിയാക്കാൻ മാത്രം ബാപ്പയും മോനും ഈ വേദഗ്രന്ഥം കൊണ്ട് വരിച്ചിട്ടുണ്ട്. വളരെ ഒരു സൊസൈറ്റി, ആ സൊസൈറ്റിയിൽ വേദഗ്രന്ഥം പഠിക്കാനോ പഠിപ്പിക്കാനോ ഒരു പ്രയാസവും ഇല്ലാത്ത ഒരു കാലമാണ് മൂസയുടെ കാലം അലൈഹിസ്സലാം. അതുതന്നെയാണ് ദാവൂദിൻ്റെ കാലം, 2ാം വേദഗ്രന്ഥം. 3ാം വേദഗ്രന്ഥം അങ്ങനെയല്ല, 4ാം വേദഗ്രന്ഥവും അങ്ങനെയല്ല. തുടക്കത്തിൽ എതിരാണെങ്കിലും ഒടുക്കത്തിൽ ഉഷാറാണ്. അഫ്വാജൻ. ഈ അഫ്വാജൻ്റെ അർത്ഥം എന്താ? നിർഭയത്വം. ഒറ്റയും തെറ്റും ഒളിഞ്ഞിട്ട് വന്നിട്ടാണ് ബദ അൽ ഇസ്ലാം ഖരീബൻ. ആരും അറിയാതെ വന്നിട്ടാണ് ആദ്യകാലത്ത് ഇസ്ലാം വിശ്വസിക്കുന്നത്. അവസാനം പോകാനായപ്പോൾ തന്നെ എന്തായി? യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജൻ. കൂട്ടം കൂട്ടമായി ചേർന്നു. എന്താ കൂട്ടം കൂട്ടമായി ചേർന്ന് പറയാൻ കാരണം? നിർഭയത്വം. നിങ്ങൾ പറയുന്നത് മനസ്സിലാവില്ലേ? അതായത് ഭയത്തിൻ്റെ നടുവിൽ നിന്ന് റസൂലുള്ള വളർന്നിട്ട് പിന്നെ നിർഭയത്വം ആളുകൾക്ക് കൊടുത്തിട്ടാണ് പോയത്. ഒരു ഈസ മാത്രം അങ്ങനെയല്ല. ഈസായുടെ വേദഗ്രന്ഥം വരുന്നതും ഈസായും വേദഗ്രന്ഥവും വരുമ്പോൾ അവിടെ ഗ്രീക്കൻ ഭരണമാണ്, പോകുമ്പോഴും ഗ്രീക്കൻ ഭരണം. അപ്പോൾ വേദഗ്രന്ഥത്തെ നിർഭയമായി വായിക്കപ്പെടുന്നൊരു സാഹചര്യം പോലും യേശുവിൻ്റെ കാലത്ത് ഇല്ല, ഉണ്ടായിട്ടില്ല. മനസ്സിലാണ്ട് പറഞ്ഞു. വളരെ 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 ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. സുഖനൊക്കെ വ്യത്യസ്തമാണ്. ആ നിർഭയത്വം ഇന്നോ അവസാനിച്ചിട്ടുമില്ല. ആ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജൻ ഇന്നോ അവസാനിച്ചിട്ടില്ല, ലോകാവസാനം വരെ അവസാനിക്കില്ല. അപ്പോൾ വളരെ ചിന്തിക്കണം. ഞാൻ ഈ പറയുന്നതല്ല, നിങ്ങൾ ചിന്തിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കുറഞ്ഞ കാലം കൊണ്ട് നബിയെ 63 കൊല്ലം, 72 73 വയസ്സുണ്ടാകും ഈസാക്ക്. അല്ല, നുബുവത്ത് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, ദഅവത്ത് എന്ന അർത്ഥത്തിലാണ്. ദഅവത്ത് അത് നബിയാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. അത്രയേ ഉള്ളൂ. എക്സ്പയർ ഡേറ്റ് ആയാലും സാധനം തിന്നാൻ പറ്റുമെങ്കിൽ തിന്നാലും. രാത്രി 12 മണിക്ക് എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞാലും പിറ്റേന്നും ആ ബിസ്ക്കറ്റ് നമ്മൾ കുട്ടിയെ കൊടുക്കും. മനസ്സിലായി? അങ്ങനെ തന്നെയല്ലേ. 2026 ഫെബ്രുവരി 17-ാം തീയതി എക്സ്പയർ ഡേറ്റാണ്. അപ്പം ഇന്ന് രാവിലെ ആ ബിസ്ക്കറ്റ് കിട്ടിയാൽ എല്ലാവരും കൊടുക്കും. ഖുർആനിലെ കുട്ടികൾക്ക് വരെ കൊടുക്കും. എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞേ ഉള്ളൂ. എന്തുകൊണ്ട്? ആ പറഞ്ഞ ഡേറ്റ് നബി വന്നാൽ പിന്നെ ഞങ്ങൾ എടുക്കാൻ പാടില്ല, ഇത്രയേ ഉള്ളൂ. നുബുവത്തിൻ്റെ ഡേറ്റ് കഴിഞ്ഞ്, അതേസമയത്ത് ദഅവത്തിൻ്റെ ഡേറ്റിന് അവസാനമല്ല. സയ്യിദുനാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം നബിയേക്കാൾ പിന്നെ ഫ്രീസ് ചെയ്തിട്ടാൽ വയസ്സ് കണക്കാക്കപ്പെടില്ല. പിന്നെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് ഈ കാലം ബന്ധിക്കുന്ന സ്പേസാണിത്. കാലം ബന്ധിക്കാത്തൊരു സ്പേസ് ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ടാൽ അത് വേറെ ഡയമെൻഷനാണ്. അത് ഈ കാലം ബന്ധിക്കൂല. അപ്പോൾ 33-ാമത്തെ വയസ്സിലാണ് കയറിപ്പോയതെങ്കിൽ ആ 33-ാമത്തെ വയസ്സിലാണ് തിരിച്ചു വരിക. പിന്നെ 40 കൊല്ലം അവിടെ കാലം ബന്ധിക്കൂല. അവിടെ ഫ്രീസ് ചെയ്തിടുമ്പോൾ കാലം ബന്ധിക്കൂല. അങ്ങനെ നോക്കിയാലും ഈസാക്ക് എത്ര വയസ്സുണ്ടാവും? 73 വയസ്സുണ്ടാവും. പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 63. എന്തുകൊണ്ടാണ്? അത് നിയോഗമാണ്. അതിനെ നമ്മളെപ്പോലത്തെ ഒരു വയസ്സറിയും. നമ്മൾ ആ നിയോഗം
ആ പീഡിയക്കാരെന്നെ കാണുന്ന ഒരു 10 മിനിറ്റ് നേരമല്ലേ, അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അത്ര തന്നെ. പിന്നെ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സങ്കല്പിക്കുക, അപ്പോൾ ആ പീഡിയക്കാരെന്ത് പറയും, ഒരു 10 മിനിറ്റ് നമ്മളെ പേടിയിലും കുത്തിരുന്നിട്ടുണ്ട് എന്ന് പറയും. അൻവർ പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി എന്ന് സങ്കല്പിക്കും. അപ്പോൾ അവൻ്റെ മാത്രം ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ പറയും, ആ ചായ അടിക്കണം പറയും, നോക്കി നിങ്ങൾ ഇവിടെ ചായക്കും പൊറോട്ടക്കും വന്ന ആളാ. അന്നൊരു 10 മിനിറ്റ് ഇവിടെ ഇരുന്നിട്ടാണ് പോയത്. ആ 10 മിനിറ്റ് വർത്താനേ അവർക്ക് പറയാനുള്ളൂ. അതാണ് അവരുടെ അടുക്കൽ നിന്റെ താരീഖ്. അതാണ് 63 കൊല്ലം. അല്ലാതെ നബി ജീവിച്ച കാലല്ല. വീട്ടികളെ പറയുള്ളൂ. നബി ജീവിച്ച കാലം അതാണ്. നബി ഹുവല്ലവ്വലു ഹുവല്ലാഖിർ. തുടക്കവും ഒടുക്കൊക്കെ നബി തന്നെയാണ്. നബിയുടെ വയസ്സെത്ര അറിയില്ല. നിയോഗമാണ് 63. മനസ്സിലുകൊണ്ട് പറഞ്ഞത് വളരെ ചിന്തിക്കാം. ഇനി ഇപ്പോഴും നിയോഗമില്ല എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോഴും നിയോഗമുണ്ട്. നിങ്ങൾ കർമ്മം ചെയ്തോളൂ, അള്ളാഹു റസൂലും നിങ്ങൾ അമലുകൾ കാണുന്നു.